ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കീമിൻ്റെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രൊഫഷണൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നതാണ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണമെന്ന്. കോളേജിൽ പോയി ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിന് നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലാണ് നമ്മൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പം എന്തിനാണ് ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യണമെന്ന്, അതായത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സീറ്റ് കൺഫേം ചെയ്യണം. സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിന് ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കണം. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ചിലപ്പം ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജ് ആയിരിക്കും, സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരിക്കും. അപ്പം ഗവൺമെൻറ്റിൽ ഒരു ഫീസ്, സെൽഫ് ഫിനാൻസിൽ വേറൊരു ഫീസ്, അതേപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് വൈസ് ഫീസിൻ്റെ ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഫീസ് സിഇക്ക് ഡയറക്റ്റ് പേ ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് UPI ട്രാൻസാക്ഷൻ വഴി പേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി പേ ചെയ്യാം, നിങ്ങൾക്ക് ബാങ്ക് വഴി ഇത് പേ ചെയ്യാനുള്ളത്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഫീ. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഫീ എത്രയാണോ അത് സിഇക്ക് ഡയറക്റ്റ് പേ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. അതാണ് രണ്ടാമത്തെ മെയിൻ കാര്യം. അതായത് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് റിജക്റ്റ് ആയി പോകുന്നതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബാക്കി വെച്ച കോളേജസ് 5-ന് 6 തൊട്ട് വെച്ച എല്ലാ കോളേജും ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പം നിങ്ങൾക്ക് ഈ അഞ്ചാമതും അതിന് മുകളിൽ വെച്ച കോളേജുകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ട് ബാക്കി 4 കോളേജും എന്താണ് ഹയർ ഓപ്ഷൻ വെക്കണം. എങ്കിൽ മാത്രമേ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യം എത്രയാണ്, ഫസ്റ്റ് നിങ്ങൾ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. സെക്കൻഡ് പ്ലസ് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയിട്ട് വേണം നിങ്ങൾ അഡ്മിഷനും കാര്യങ്ങളും എടുക്കാനായിട്ട്. അപ്പം അഡ്മിഷൻ എടുക്കാൻ പോകുമ്പം കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, എന്തൊക്കെ കൊണ്ടുപോകണമുള്ളത്.